പ്രൈസ് ദ ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 20, തിരുവചനങ്ങൾ 1 മുതൽ 6 വരെ. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. അവൻ ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്രവെച്ചു. 1000 വർഷം തികയോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ കുറേ സിംഹാസനങ്ങൾ കണ്ടു. അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടു. കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം ക്രിസ്തുവിനോടുകൂടെ വാഴുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് ഒരധികാരവുമില്ല. ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും. അവർ അവനോടുകൂടെ 1000 വർഷം വാഴുകയും ചെയ്യും. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, തിന്മയുടെ മേലുള്ള വിജയത്തിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഏറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും വ്യാഖ്യാനിക്കാൻ ഏറെ പ്രയാസമുള്ളതുമായ ഒരു ഭാഗമാണ് ഇത്. ഇവിടെ സാത്താൻ, സർപ്പം എന്നൊക്കെ പറയപ്പെടുന്ന തിന്മയുടെ ശക്തിയെ പാതാളത്തിൽ ബന്ധിക്കുകയും അതിനുശേഷം 1000 വർഷം ഭരണം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഒരു വിവരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. 4 ഭാഗമായിട്ടാണ് ഈ ചിത്രീകരണം ഇവിടെ അവതരിപ്പിക്കുക. ആദ്യത്തേത് സർപ്പത്തെ, സാത്താനെ പാതാളത്തിൽ ബന്ധിക്കുന്നു. 2, 1000 വർഷത്തെ ഭരണം. 3, സാത്താൻ അല്ലെങ്കിൽ ബന്ധനത്തിൽ നിന്ന് വിമോചിക്കപ്പെടുന്ന സർപ്പം പൂർണ്ണമായും ശിക്ഷിക്കപ്പെടുന്നു, വിധിക്കപ്പെടുന്നു. അവസാനം 4-ാമത്തേത് അന്തിമവിധി. ഇങ്ങനെ 4 ഭാഗങ്ങളായി അധ്യായത്തെ തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് സാത്താൻ്റെ ബന്ധനമാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. വീണ്ടും സ്വർഗത്തിൽ നിന്നാണ്. ഇനീഷ്യേറ്റീവ് എല്ലാം വരുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണിത് എന്ന് ആദ്യമേ എടുത്തു കാണിക്കുന്നു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയല്ല, ഇത് പ്രതീകാത്മകമായി മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നൊരു സംശയമില്ല. വെളിപാട് പുസ്തകത്തിലെ ഒരുപാട് കാര്യങ്ങൾ പ്രതീകങ്ങളിലൂടെയാണ് അവതരിപ്പിക്കുന്നതെന്ന് അനേകം തവണ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പാതാളം, അബീസ് എന്ന് പറയും. അവിടെ ബന്ധിക്കുന്നു സാത്താനെ. സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. നമ്മൾ 12-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്. 12-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് അനേകം തവണ സാത്താനെന്നും പിശാചെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സർപ്പത്തെ നമ്മൾ കണ്ടു. തിന്മയുടെ മൂലകാരണമായ ഈ ശക്തിയെയാണ് ഇപ്പോഴ് ബന്ധനത്തിലാക്കുക. എന്താണ് ഈ പാതാളത്തിൽ ബന്ധിക്കുന്നത്? സാത്താനെ പൂർണ്ണമായി നിർവീര്യമാക്കുകയാണോ, അതോ ബന്ധനത്തിലാക്കുന്നതേയുള്ളൂ? നശിപ്പിച്ചിട്ടില്ല അതുകൊണ്ട്. പക്ഷേ ഇവിടെ ഒരു മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യം, എന്താണ് ഈ ബന്ധനം? ഇതിനുശേഷം വരുന്ന 2-ാമത്തെ ഭാഗം 1000 വർഷം എന്താണ്? ഇത് രണ്ടും കൂടി ഒരുമിച്ചെടുത്തെങ്കിലേ എന്തെങ്കിലും നമുക്ക് അർത്ഥം കിട്ടാൻ സാധിക്കുകയുള്ളൂ. സാത്താനെ ബന്ധിച്ചതിന് ശേഷം 1000 വർഷം ഈ ഭൂമിയിൽ ഭരണം നടക്കുന്നു. ആരാണ്? മിശിഹായോടൊന്നിച്ച് ഭരിക്കുന്നവരാണ്. തദനന്തരം അല്പസമയത്തേക്ക് അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. പാതാളത്തിലേക്ക് എറിഞ്ഞു വാതിലടച്ചു. 1000 വർഷം തികയോളം ജനതകളെ അത് വഞ്ചിക്കാതിരിക്കുന്നതിനാണ്. അപ്പോൾ ഈ 1000 വർഷം എന്നത് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്കിടയായിരുന്നു. പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗം BC 1-ാം നൂറ്റാണ്ട് മുതലേ യഹൂദരുടെ ഇടയിൽ നിലവിൽ വന്ന ഒരു വിശ്വാസമുണ്ട്. ദൈവം ഈ ഭൂമിയിൽ ഇസ്രായേലിനൊരു സാമ്രാജ്യം സ്ഥാപിച്ചു കൊടുക്കും മിശിഹായുടെ വരവോടുകൂടി. ആ മിശിഹായുടെ ആധിപത്യത്തിൽ ഇസ്രായേൽ ജനം മുഴുവനും ഈ ലോകത്തിൻ്റെ മേൽ ഭരണം നടത്തും. അതൊരു ഭൗതിക സാമ്രാജ്യം സ്ഥാപിക്കും. തിന്മകൾ മറ്റ് എല്ലാ വിജാതിയുടെയും മേൽ ഇസ്രായേലിന് ആധിപത്യം കിട്ടും. അങ്ങനെ ഇസ്രായേൽ ഒരു ലോക സാമ്രാജ്യമായി 1000 വർഷം ഇവിടെ ഭരിക്കും എന്ന ഒരു വിശ്വാസം, ഒരു ചിന്ത അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ, അപ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പ്രകടമാകുന്നുണ്ട്. ബാറൂക്കിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ഏനോക്കിൻ്റെ പുസ്തകം എന്നൊക്കെ പറയപ്പെടുന്ന BC 1-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന യഹൂദരുടെ ഇടയിൽ ദൈവാവിഷ്കൃതമല്ലാത്ത ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീനം പുതിയ നിയമത്തിലും കാണും. മിശിഹായുടെ വരവോടുകൂടി ഒരു പുതിയ ഭരണം ആരംഭിക്കും. അതാണ് ശിഷ്യന്മാർ ചോദിക്കുക, കർത്താവെ, അങ്ങിപ്പോഴാണോ ഇസ്രായേലിന് സാമ്രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനം
1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നതാണ്. എപ്പോഴാണ് രാജ്യം വരിക? അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ നടപ്പിലാകാൻ പോകുന്ന ഒരു ഭൗതിക സാമ്രാജ്യമാണ് എന്ന ചിന്ത യേശുവിൻ്റെ കാലത്ത് വളരെ ശക്തമായി നിലവിലിരുന്നു. യേശുവാണ് ഈ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് ശിഷ്യന്മാർ പോലും വിചാരിച്ചു. അവനാണ് ഇസ്രായേലിനെ രക്ഷിക്കാനുള്ളവൻ ഞങ്ങൾ വിചാരിച്ചു. എമ്മാവുസിലേക്ക് പോകുന്ന ദുഃഖിതരായ ശിഷ്യന്മാർ അങ്ങനെയാണ് പറയുന്നത്. അപ്പോഴേ മിശിഹായുടെ വരവോടുകൂടി ഈ ഭൂമിയിൽ ഒരു സാമ്രാജ്യമുണ്ടാകും. ആ സാമ്രാജ്യത്തിലെ ഇസ്രായേൽക്കാർ അല്ലെങ്കിൽ മിശിഹായോട് ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തരായിരിക്കും ഭരണം നടത്തുക. 1000 വർഷം അവരുടെ ഭരണം നടത്തും. അതിനുശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാവുക. ഇങ്ങനെ 1000 വർഷം ഇവിടെ ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു ഭൗതിക സാമ്രാജ്യമാണ് എന്ന ചിന്ത യഹൂദരിൽ തുടങ്ങി ക്രൈസ്തവരിലേക്ക് വ്യാപിച്ച് പലതവണയും രൂപപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. പക്ഷേ കാലാകാലങ്ങളിൽ സഭ ഇത് തെറ്റാണെന്ന് കാണുകയും അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മില്ലനാരിസം എന്നറിയപ്പെടുന്ന ഒരു പാഷണ്ഡതയായി ശപിച്ചു തള്ളിയിട്ടുള്ളതാണ്. പക്ഷേ അടുത്ത കാലത്ത് വീണ്ടും 1000 വർഷത്തെ ഭരണവുമായി യഹോവ സാക്ഷികളെ പോലുള്ളവർ വീണ്ടും രംഗത്ത് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭരണം ഈ ഭൂമിയിലാണ് നടക്കാൻ പോകുന്നത്. ഈ ഭൂമിയിലെ എല്ലാ ഭൗതികമായ സന്തോഷങ്ങളും ലഭ്യമാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ഈ 1000 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് നിത്യജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഈ രണ്ടുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴെന്താണ് ഈ സാത്താൻ്റെ ബന്ധനം, എന്താണ് 1000 വർഷത്തെ ഭരണം എന്നത് വ്യക്തമായി കാണേണ്ടതുണ്ട്. സാത്താനെ ബന്ധിച്ചു എന്ന് പറയുന്നത് നശിപ്പിച്ചിട്ടില്ല. സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് പതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യേശു പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ. സാത്താൻ്റെ ബന്ധനം യേശുവിൻ്റെ വരവോടുകൂടിയാണ് സംഭവിച്ചത്. യേശു പറയുന്നുണ്ട്, ശക്തനായവൻ ആയുധധാരിയായി ഭവനത്തിൽ കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ ഭവനത്തിലുള്ളതെല്ലാം സുരക്ഷിതമാണ്. പക്ഷേ അവനേക്കാൾ ശക്തനായ മറ്റൊരുവൻ വന്ന് അവനെ ബന്ധിച്ചു കഴിഞ്ഞാൽ, അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ എടുത്തു മാറ്റിയാൽ രണ്ടാമത്തെ ശക്തൻ ഭവനം കൊള്ളയടിക്കും. മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിലാണ്. അപ്പോഴേ യേശുവിൻ്റെ പ്രവർത്തനം ഈ ശക്തനായ സാത്താനെ ബന്ധിക്കുന്നതായി ഉപമയിലൂടെ യേശു പറഞ്ഞിട്ടുണ്ട്. സാത്താൻ്റെ പതനം എന്ന് ലൂക്കായുടെ സുവിശേഷത്തിലും ബന്ധനം എന്ന് ലൂക്കായിലും മത്തായിലുമൊക്കെ പറയുന്ന ഈ ഒരു കാര്യം എങ്ങനെയാണ് സംഭവിക്കുക? ഇത് സംഭവിച്ചത് 2 സംഭവങ്ങളിലൂടെയാണ്. ഒന്ന്, യേശുവിൻ്റെ പ്രലോഭനങ്ങളിലൂടെ. മരുഭൂമിയിലെ പ്രലോഭനത്തിൽ സാത്താൻ പരാജയപ്പെട്ടു, തൽക്കാലത്തേക്ക് അവൻ വിട്ടുപോയി എന്ന് പറയും. ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് അവൻ തൽക്കാലത്തേക്ക് വിട്ടുപോയി. പിന്നെ അവസാനം 22-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് സാത്താൻ വീണ്ടും മടങ്ങി വരിക, യൂദാസിൽ പ്രവേശിച്ചുകൊണ്ട്. അപ്പോൾ യേശുവിൻ്റെ ജീവിതകാലത്ത് സാത്താൻ ബന്ധനസ്ഥനായിരുന്നു, പക്ഷേ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ ബന്ധനം പൂർണ്ണമാവുന്നത് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും വഴിയാണ്. മരണവും ഉത്ഥാനവും വഴിയാണ് തിന്മയുടെ മേലെ യേശു വിജയം വരിച്ചത്. അപ്പോൾ സാത്താൻ്റെ മേലുള്ള വിജയം യേശു പൂർണ്ണമാക്കിയത് ഈ മരണവും ഉത്ഥാനവും വഴി. അപ്പോൾ യേശുവിൻ്റെ വരവോടുകൂടി യേശുവിൻ്റെ മരണവും ഉത്ഥാനവും വഴി സാത്താൻ നിർവീര്യനാക്കപ്പെട്ടിരിക്കുന്നു, അഥവാ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇതിനെയാണ് സാത്താൻ്റെ ബന്ധനം എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശദീകരണമാണിത്. സാത്താൻ്റെ ബന്ധനം യേശുവിൻ്റെ മരണവും ഉത്ഥാനവും വഴി സംഭവിച്ചത്. ഇനി ഈ 1000 വർഷത്തെ ഭരണമെന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുക? 1000 വർഷത്തിന് ശേഷം വീണ്ടും സാത്താൻ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരികയും വലിയ യുദ്ധമുണ്ടാവുകയും പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ യേശുവിൻ്റെ 2-ാമത്തെ വരവിലാണ് തിന്മ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടുക. അന്തിമവിധി ഉണ്ടാകുന്നപ്പോഴാണ്. അപ്പോഴേ യേശുവിൻ്റെ പുനരുത്ഥാനം മുതൽ 2-ാം വരവ് വരെയുള്ള കാലഘട്ടത്തെയാണ് 1000 വർഷമായി ഇവിടെ വിശദീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവും. ഇത് സഭ മരുഭൂമിയിൽ കഴിയുന്ന 42 മാസമോ 3.5 വർഷമോ അങ്ങനെ 1160 ദിവസമെന്ന് പറയുന്ന ആ കാലഘട്ടത്തോട് തുല്യം തന്നെയാണ്. അപ്പോൾ ഈ 1000 വർഷത്തെ ഭരണം വാസ്തവത്തിൽ യേശുവിനോട് ചേർന്നുള്ള ഭരണമാണ്. നമുക്ക് അതിപ്രകാരം വായിക്കാം 4 മുതലുള്ള വാക്യങ്ങൾ. പിന്നീട് ഞാൻ കുറേ സിംഹാസനങ്ങൾ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള പുസ്തകത്തിൻ്റെ സ്വാധീനം ഇവിടെ കാണും. വിധിക്കാൻ അധികാരം നൽകപ്പെട്ട സിംഹാസനസ്ഥ. ദാനിയേലിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 9ഉം 10ഉം വാക്യങ്ങളിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി, പുരാതനനായവൻ ഉപവിഷ്ടനായി. അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻരോമം പോലെ. തീജ്വാലകളായിരുന്നു അവൻ്റെ സിംഹാസനം, അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി. അവൻ്റെ മുമ്പിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു. 10,000 പേർ അവൻ്റെ മുമ്പിൽ നിന്നു. ന്യായാധിപസഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്വാധീനം, ദാനിയേലിൻ്റെ ദർശനത്തിൻ്റെ സ്വാധീനം ഇവിടെ കാണും. ന്യായാധിപസഭ ഉപവിഷ്ടമായി. ആരാണ് വിധിക്കാൻ പോകുന്നത്? ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം കൊടുത്തു. അത് യേശു പറഞ്ഞതാണ്. നിങ്ങൾ സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കും എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൽ പങ്കുചേരുന്നതിൻ്റെ ഒരു സൂചനയാണ് വിധിക്കാനുള്ള അധികാരം കൊടുക്കുന്നത്.
അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടു. കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം ക്രിസ്തുവിനോടൊന്നിച്ച് വാഴുകയും ചെയ്യും. ഈ വാഴലാണ് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിക്കും, ദൈവരാജ്യത്തിൽ പങ്കുകാരാകും. ഇതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. യേശുവിനോട് വിശ്വസ്തത പാലിക്കുന്നവർ യേശുവിനോടുകൂടി വാഴും, യേശുവിനോടുകൂടി ഭരിക്കും. അത് ഈ ഭൂമിയിലെ ഒരു ഭൗതികമായ സാമ്രാജ്യമല്ല, ദൈവത്തോടൊന്നിച്ചുള്ള പുതിയ ജീവിതമാണ്. മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നവരെ ജീവൻ പ്രാപിച്ചില്ല. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. സപ്തഭാഗ്യങ്ങളിൽ 5-ാമത്തേതാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ. എന്താണ് ഒന്നാമത്തെ പുനരുത്ഥാനം? അത് ശരീരങ്ങളുടെ പുനരുത്ഥാനമാണെന്ന് തോന്നുന്നില്ല. ഇത് ദൈവത്തോടൊന്നിച്ച് നന്മ പ്രവർത്തിക്കുന്നവർ, യേശുവിനോട് വിശ്വസ്തത പാലിക്കുന്നവർ തങ്ങളുടെ മരണത്തോടുകൂടി സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നു. അവരുടെ ആത്മാക്കൾ ദൈവത്തോടൊന്നിച്ചായിരിക്കും. സഭയുടെ പ്രബോധനം ഇതാണ്. തിന്മയിൽ നിന്ന് വേറിട്ട് നിന്ന് വിശുദ്ധ ജീവിതം നയിച്ച്, അല്ലെങ്കിൽ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് പാപങ്ങളിൽ നിന്ന് മോചനം നേടിയവർ മരണത്തോടുകൂടെ ദൈവത്തോടൊന്നിച്ചായിരിക്കും. കള്ളനോട് പറഞ്ഞതുപോലെ ഇന്ന് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും എന്ന് പറഞ്ഞ ആ വാഗ്ദാനത്തിൻ്റെ മറ്റൊരു വിധമാണ് അവർ ജീവൻ പ്രാപിച്ച് ദൈവത്തോടൊന്നിച്ചായിരിക്കും. പരിശുദ്ധരുമാണ്. ഇവരുടെ മേൽ 2-ാമത്തെ മരണത്തിൽ ഒരധികാരവുമില്ല. ഇനി 2-ാമത്തെ മരണം എന്താണെന്ന് പറയാൻ പോകുന്നതേ ഉള്ളൂ. 2-ാമത്തെ മരണം നിത്യമായ നാശമാണ്. ഇങ്ങനെ യേശുവിനോടൊന്നിച്ചായിരിക്കുന്നവർ അവർ നിത്യമായി ജീവിക്കും. ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കുകയും ചെയ്യും. പുരോഹിത ശുശ്രൂഷ അത് ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയുടെ ശുശ്രൂഷയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണും: നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. പുരോഹിത ജനതയായി ദൈവത്തിന് സ്തുതികളുടെ ബലി അർപ്പിക്കുക, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി അർപ്പിക്കാൻ റോമക്കാർക്ക് ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. സ്തുതിയുടേതായ ബലികൾ അർപ്പിക്കുക. ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാണ് വിശുദ്ധരായി തീർന്നവർ. ഈ പുരോഹിതന്മാർ 1000 വർഷം അവനോടുകൂടെ വാഴുകയും ചെയ്യും, ദൈവത്തോടൊന്നിച്ചായിരിക്കും. അതല്ലാതെ ഈ 144,000 പേര് മാത്രമാണ് ഈ പുനരുത്ഥാനത്തിൽ പങ്കുചേരുക, അതൊരു ഭൗതികമായ സാമ്രാജ്യമാണ് എന്നൊക്കെ പറയുന്നത് വചനത്തിൻ്റെ വളച്ചൊടിച്ചുള്ള വ്യാഖ്യാനമായി കാണാനാവും. 3-ാമത്തെ ചിത്രം സാത്താൻ ലഭിച്ച ശിക്ഷയാണ്. എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. ഗോഗ്, മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവൻ ഒരുമിച്ച് കൂട്ടും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരികളോളമായിരിക്കും. അവർ ഭൂതലത്തിൽ നിന്ന് കയറി വന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു. ഇപ്പോൾ ലോകത്തിൻ്റെ അവസാനം ഇനിയും ആയിട്ടില്ല, ഭൂമിയിൽ ധാരാളം ജനങ്ങൾ ഇനിയും ജീവിക്കുന്നുണ്ട് എന്നൊരു ചിത്രീകരണമാണ് കൊടുക്കുക. ഗോഗ്, മാഗോഗ് എന്നത് ദൈവവിരുദ്ധ ശക്തികളുടെ ഒരു സംയുക്ത സമ്മേളനത്തെ ചിത്രീകരിക്കാൻ വേണ്ടി വടക്കുനിന്ന് വരുന്ന വടക്കുനിന്ന് ശത്രുക്കളെ സൈന്യത്തെ ചിത്രീകരിച്ചുകൊണ്ട് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 38-39 വാക്യങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഗോഗ്, മാഗോഗ് പ്രതീകങ്ങളാണ്. സൈന്യമായി ചിത്രീകരിക്കുന്നു. ദൈവവിരുദ്ധ ശക്തികളുടെ ഒരു സംയുക്ത രൂപമാണ് ഇവിടെ. പക്ഷേ ഇവിടെയും യുദ്ധം നടക്കുന്നില്ല. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഇതാണ് സമാപനം. തിന്മയുമായുള്ള സംഘട്ടനം അതിൻ്റെ പരിസമാപ്തിയിലെത്തി. തിന്മയ്ക്ക് അടിസ്ഥാന മൂലകാരണമായിരുന്ന തിന്മയുടെ ശക്തി, സാത്താനെന്നോ സർപ്പമെന്നോ പിശാചെന്നോ വിളിക്കുന്ന ശക്തിയും ഉന്മൂലനം ചെയ്യപ്പെട്ടു. ഗന്ധകമരിയുന്ന അഗ്നിത്തടാകം നിത്യനാശത്തിൻ്റെ, നിത്യമായ മരണത്തിൻ്റെ, നിത്യമായ ശിക്ഷയുടെ ഒക്കെ പ്രതീകമാണ്. ഇങ്ങനെ രക്ഷാചരിത്രം അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ ഒന്നുകൂടി അവശേഷിച്ചിട്ടുണ്ട്. അത് അവസാനത്തെ വിധിയാണ്. ഈ 20-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ഭാഗം അവസാനത്തെ വിധിയെക്കുറിച്ച് വിവരണമാണ്. അതാദ്യമേ വായിക്കട്ടെ. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവൻ്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു.
തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാവരും താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം. അഗ്നിത്തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. സമാപനം ഇങ്ങനെയാണ്. അന്തിമ വിധിയോടുകൂടിയാണ് നന്മയും തിന്മയും പൂർണ്ണമായി വേർതിരിക്കപ്പെടുക. അന്തിമവിധിയുടെ ആദ്യത്തേത് പുനരുത്ഥാനമാണ്. അതിന് തുടക്കമായി ഒരു വലിയ സിംഹാസനം ഒരുക്കപ്പെടുന്നു. വലിയ സിംഹാസനം. സിംഹാസനം രാജാവിരിക്കുന്ന സ്ഥലമാണ്. സിംഹാസനം അധികാരത്തിൻ്റെ ആസ്ഥാനമാണ്. സിംഹാസനത്തിൽ നിന്നാണ് കൽപ്പനകൾ പുറപ്പെടുക, നിയമങ്ങളുണ്ടാവുക. ഈ ലോകത്തെ നയിക്കുന്നത് ഭൂമിയിലെ സിംഹാസനങ്ങളല്ല. പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നാമെങ്കിലും ദൈവത്തിൻ്റെ സിംഹാസനമാണ്. അഥവാ ദൈവമാണ് ഈ ഭൂമിയുടെ മേൽ ആധിപത്യമുള്ളത്. ദൈവമാണ് ഈ ഭൂമിയുടെ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. നന്മയും തിന്മയും വേർതിരിക്കുന്നതും നിർണ്ണയിക്കുന്നതും ശിക്ഷിക്കുന്നതും സമ്മാനിക്കുന്നതും ആത്യന്തികമായി ദൈവമാണ്. വെണ്മയേറിയ ഒരു വലിയ സിംഹാസനം. അനേകം തവണ കണ്ടതാണ് ഈ സിംഹാസനം. അന്തിമമായി വിധി പ്രസ്താവിക്കാൻ ദൈവം വരുന്നതിൻ്റെ ചിത്രവും ഇവിടെ കാണാം. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. ദൈവത്തിൻ്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ഭയന്നു നിൽക്കുന്ന ഭൂമിയും ആകാശവും. ദൈവിക സാന്നിധ്യത്തിൽ അശുദ്ധമായ ഒന്നിനും നിലനിൽക്കാൻ സാധിക്കരുത്. ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ വിശുദ്ധിയെ വിവരിക്കുന്ന ഒരു ചിത്രമാണ്. അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. തിന്മയായ ഒന്നിനും ഒരു സങ്കേതവും ഉണ്ടാവുകയില്ല. ഇനി മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഇതിനു മുമ്പ് ഒന്നാം പുനരുത്ഥാനം സ്വീകരിച്ചവരും ഇവിടെയുണ്ട്. ഇവിടെയാണ് ശരീരങ്ങളുടെ പുനരുത്ഥാനം ഉണ്ടാവുക. ആദ്യത്തേത് ശരീരങ്ങളുടെ പുനരുത്ഥാനമായിരുന്നില്ല. ആത്മാക്കൾ ദൈവത്തോടൊന്നിച്ചായിരിക്കുന്നു. പക്ഷേ ഇവിടെ ലോകത്തിൻ്റെ അവസാനം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും, വിശുദ്ധരും പാപികളും. സിംഹാസനത്തിന് മുമ്പിൽ എല്ലാവരും നിർത്തപ്പെടും. ഇതെല്ലാം പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. രണ്ട് ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുക. ഒന്ന് മനുഷ്യൻ്റെ ചെയ്തികൾ എഴുതിയിരിക്കുന്ന ഗ്രന്ഥം, മറ്റൊന്ന് വ്യക്തികളുടെ പേരുകൾ എഴുതിയിരിക്കുന്ന ഗ്രന്ഥം. രണ്ടാമത്തത് ജീവൻ്റെ ഗ്രന്ഥമാണ്. ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ നിത്യജീവന് അർഹരാവുക എന്നാണ് അർത്ഥം. മോശ ദൈവത്തിൻ്റെ അടുക്കൽ മധ്യസ്ഥ്യം യാചിക്കുന്ന ഒരു സംഭവം പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 32-ാമത്തെ അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണും. കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധന നടത്തിയതിൻ്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങി നിൽക്കുന്ന ജനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കാനാണ് മോശ മലമുകളിലേക്ക് പോയത്. പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം. നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു, ജനം ഒരു വലിയ പാപം ചെയ്തു പോയി. അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം. അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. അവിടുന്ന് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയുക. ഇത് ജീവൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് പറയുക. ജനത്തോട് താതാത്മ്യപ്പെടുന്ന, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജനത്തിനു വേണ്ടി ശിക്ഷിക്കപ്പെടാൻ പോലും സന്നദ്ധനാകുന്ന മോശയുടെ ചിത്രം ഇവിടെ കാണും. പറയുന്ന വാക്കിതാണ്, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണം. ഇപ്പോൾ ദൈവം ഒരു പുസ്തകം സൂക്ഷിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ നഗരത്തിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് സംരക്ഷണമുണ്ടാകും, പേരെഴുതപ്പെട്ടിരിക്കും. 72 ശിഷ്യന്മാർ സന്തോഷത്തോടെ മടങ്ങി വന്ന ഒരു സംഭവം ലൂക്കാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിശാചുക്കൾ പോലും തങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ സന്തോഷിച്ച് വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് കടന്നു വരുന്നത്. അവർ പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി കടന്നു വരുന്ന ശിഷ്യന്മാരോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്. പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. ലൂക്കാ 10:20. പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറയുക. നിങ്ങളുടെ പേര് ഇവിടെയുണ്ട്. നിങ്ങൾ ഈ സ്വർഗത്തിലെ പൗരന്മാരാണ്. പേരെടുത്ത് നടക്കുന്നൊരു കാലമാണ് ഇന്ന് ഇന്ത്യയിൽ. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഓരോരുത്തരുടെയും പൗരന്മാരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നു. ഗ്രാമത്തിൽ പേരെഴുതുന്നു. ഇപ്പോൾ ഈ പേരെഴുതപ്പെടാത്ത വ്യക്തികൾക്ക് പൗരത്വം ഉണ്ടാവുകയില്ല. രാജ്യത്തിൻ്റെ പട്ടികയിൽ പേരില്ലാത്തവന് രാജ്യത്തിൻ്റെ അംഗമല്ലാതായി മാറും. അതുകൊണ്ട്
ഈ പുസ്തകത്തിൽ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ ജീവൻ്റെ പുസ്തകം, ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവർക്ക് അംഗത്വം ഉണ്ടായിരിക്കുക. തിന്മ ചെയ്തു പോകുന്നവർ, ദൈവത്തെ നിഷേധിക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ച് ജീവിക്കുന്നവരുടെ പേര് അവിടെ ഉണ്ടായിരിക്കില്ല. പേര് വെട്ടുക എന്ന് പറയും. തുടർച്ചയായിട്ട് സ്കൂളിൽ വരാത്ത കുട്ടികളുടെ പേര് വെട്ടാറുണ്ട് രജിസ്റ്ററിൽ നിന്ന്. അതുപോലെ തന്നെ നാട് വിട്ടു പോകുന്നവരുടെ ചിലരുടെ പേര് രാജ്യത്തിൽ നിന്ന് തന്നെ വിട്ടാറുണ്ട്. മറ്റൊരു രാജ്യത്തിൻ്റെ പൗരന്മാരായിത്തീർന്നാൽ ഇന്ത്യയിലെ പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതുക എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ അംഗങ്ങളാവുക. മറ്റൊരു ഗ്രന്ഥമുണ്ട്, അത് ഓരോരുത്തരുടെയും ചെയ്തികൾ എഴുതി സൂക്ഷിക്കുന്നു. ഇതെല്ലാം പ്രതീകങ്ങളാണെന്ന് മനസ്സിലാക്കണം. ദൈവം എല്ലാം കാണുന്നവനാണ്. എല്ലാവരുടെയും ചെയ്തികൾ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് 13ാമത്തെ വാക്യത്തിൽ പറയുക, അവരെല്ലാവരും താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. പറയുന്ന വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ചെയ്യുന്ന പ്രവൃത്തികളാണ് വിധി നിർണ്ണയിക്കുക. ആ വിധി ലോകാവസാനത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒന്ന് മാത്രമല്ല, നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും നമ്മുടെ വിധി ഇന്ന് നിർണ്ണയിക്കുകയാണ്. വിധിയെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ പ്രബോധനം ഇതാണ്: ഓരോ മനുഷ്യ വ്യക്തിയും അവൻ്റെ മരണത്തിന് നിമിഷത്തിൽ നിർണായകമായ വിധി നേരിടുന്നു. ചെയ്ത പ്രവൃത്തികളുടെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വിധിക്കപ്പെടുന്നു. ആ വിധി എന്നേക്കും ശാശ്വതമായി നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് തനത് വിധി എന്ന് പറയും, പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്. അതോടുകൂടി ഒരാളുടെ ഭാഗത്തെ നിർണ്ണയിക്കപ്പെടുന്നു. ഒന്നുകിൽ ദൈവത്തോടൊന്നിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന് അകലെ. ദൈവത്തോടൊന്നിച്ചായിരിക്കാൻ വിധിക്കപ്പെടുന്നവർ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ ശുദ്ധീകരണത്തിന് ശേഷം സ്വർഗ്ഗഭാഗ്യം അനുഭവിക്കുന്നു. അല്ലാത്തവർ നേരിട്ട് ദൈവസന്നിധിയിലേക്ക് പോകുന്നു. ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് പറഞ്ഞത് 1ാമത്തെ പുനരുത്ഥാനം. 2ാമത്തെ പുനരുത്ഥാനം അത് അന്തിമവിധിയാണ്. ഇത് ലോകചരിത്രത്തിൻ്റെ, രക്ഷാചരിത്രത്തിൻ്റെ പരിസമാപ്തിയിൽ സംഭവിക്കുന്ന ശരീരങ്ങളുടെ പുനരുത്ഥാനം, വിധി. ആ വിധിയിലാണ് എല്ലാം നിർണായകമായി വേർതിരിക്കപ്പെടുക. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. ഉണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇതുവരെ മരിച്ച എല്ലാവരും, സകല മനുഷ്യരും ഈ വിധിയാളന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അവിടെ വെച്ചാണ് നിർണായകമായി തീരുമാനപ്പെടുക. പുതിയൊരു തീരുമാനം ഉണ്ടാകുന്നതല്ല. ഓരോ വ്യക്തിയുടെയും മരണസമയത്തുണ്ടായിരുന്ന തീരുമാനം പൊതുവായി പ്രഖ്യാപിക്കപ്പെടുന്നു. നന്മയും തിന്മയും എന്നേക്കുമായി പൂർണ്ണമായി വേർതിരിക്കപ്പെടുന്ന അവസരമാണിത്. അവരെല്ലാവരും താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇനി മരണമുണ്ടാവുകയില്ല, ഇനി തിന്മയായതൊന്നും അവശേഷിക്കുകയില്ല. ഇതെല്ലാം ഗന്ധകം എരിയുന്ന അഗ്നി തടാകം, നിത്യനാശം, നരകം എന്നൊക്കെ പറയുന്ന യാഥാർത്ഥ്യമാണത്. ഇതോടുകൂടി നന്മയും തിന്മയും പൂർണ്ണമായി വേർതിരിക്കപ്പെടുകയാണ്. ഇനി നന്മ മാത്രം അവശേഷിക്കുന്നു. 2ാമത്തെ മരണം അതാണ് പാതാളം, അതാണ് അഗ്നിത്തടാകം. ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതോടുകൂടി രക്ഷാചരിത്രം അതിൻ്റെ പരിസമാപ്തിയിലെത്തി. ഇനി അവശേഷിക്കുന്ന 2 അധ്യായങ്ങൾ ഈ രക്ഷാചരിത്രത്തിൻ്റെ പരിസമാപ്തിയിൽ ദൈവത്തോടൊന്നിച്ചായിരിക്കുന്നവരുടെ മഹാഭാഗ്യം വിശദീകരിക്കുകയാണ്. അത് നമ്മൾ അടുത്ത അവസരത്തിൽ കാണും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ പരിചിന്തനങ്ങൾ സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, തിന്മ അറുതി വരുത്തി തിന്മയെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്ത് ഈ ഭൂമിയിൽ അവിടുന്ന് നന്മ പുനഃസ്ഥാപിക്കും എന്ന് വെളിപാട് ഗ്രന്ഥത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. അങ്ങയോട് ചേർന്ന് നിൽക്കുന്നവർ ഏറെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവസാനം അവർ വിജയം വരിക്കും എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. തിന്മയിൽ തുടരുന്നവർ നിത്യനാശം നേരിടുമെന്നും അങ്ങയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ നിത്യഭാഗ്യത്തിന് അർഹരാകുമെന്നും അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. യേശുക്രിസ്തുവിലൂടെ അങ്ങ് നൽകുന്ന ഈ വലിയ ദാനത്തിന് കർത്താവേ, അങ്ങേക്ക് നന്ദി. അങ്ങയോടൊന്നിച്ച് എപ്പോഴും ആയിരിക്കാൻ അവിടെ ഞങ്ങളെ വിളിച്ചു. ആ വിളിക്ക് അനുയോജ്യമായി, അനുസൃതമായി അങ്ങയുടെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള കൃപ, എന്നും അങ്ങയോട് ഒന്നിച്ചായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.